ലിവിംഗ് ടുഗദർ ബന്ധം പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ബില്ലിൽ തടവ് ശിക്ഷയ്ക്ക് വ്യവസ്ഥ 6 മാസം വരെ തടവ് ലഭിക്കുമെന്നാണ് ബില്ലിലുള്ളത്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങളിൽ തുടരുന്നവർ രജിസ്റ്റർ ചെയ്യണം. ഉത്തരാഖണ്ഡിലെ താമസക്കാരാണോ എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം രജിസ്ട്രാർക്ക് സമർപ്പിക്കണം. വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴയും ചുമത്തും. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചന ഹർജി നൽകുന്നതിന് കാരണമാകുമെന്നും ബില്ലിൽ പറയുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഉത്തരാഖണ്ഡ് സർക്കാർ ഇന്നലെ ഈ ബില്ല് അവതരിപ്പിച്ചത് നിയമസഭയിൽ. അതിൽ വരുന്ന പുതിയ നിർദ്ദേശങ്ങൾ, മറ്റിടങ്ങളിൽ നിന്ന് ഇനി ഉത്തരാഖണ്ഡിലെ ഈ വ്യക്തി നിയമങ്ങളൊക്കെ എങ്ങനെ മാറും ഈ പുതിയ UCC വരുമ്പോൾ? ഗോകുൽ, ഇന്നലെയാണ് ഈ ബില്ല്, ഏകീകൃത വ്യക്തി നിയമ ബില്ല് അവതരിപ്പിക്കുന്നതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ചത്. വ്യക്തി നിയമങ്ങളിൽ കർശനമായ വ്യവസ്ഥകൾ ഈ ബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബില്ലിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഈ വിവാഹങ്ങൾ പോലെ തന്നെ ലിവ് ഇൻ റിലേഷൻഷിപ്പുകളും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കർശന വ്യവസ്ഥ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 വയസ്സ് പ്രായമാകാത്തവർ മാതാപിതാക്കളുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ ഈ രജിസ്ട്രേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ ഏതെങ്കിലും രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേക പോർട്ടൽ തന്നെ ഏർപ്പെടുത്തും. ഈ പോർട്ടലിൽ രജിസ്ട്രേഷൻ നൽകുന്നതിന് മുമ്പായി ഇവർ നൽകിയ വിവരങ്ങൾ ഒത്തുനോക്കുകയും ആവശ്യമെങ്കിൽ പരിശോധിക്കുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും നുണ പറഞ്ഞോ കൃത്രിമം കാണിച്ചോ ആണ് പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവരോ ആണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കില്ല. രജിസ്ട്രേഷൻ ഇല്ലാതെ ലിവ് ഇൻ റിലേഷനിൽ തുടരുകയാണെങ്കിൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും ലഭിക്കും. കൂടാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും വിവാഹ രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. പുരുഷന്മാരുടെ ചുരുങ്ങിയ വിവാഹപ്രായം 21-ഉം സ്ത്രീകളുടേത് 18-മായി നിർബന്ധമാക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ, ലംഘനമുണ്ടായിക്കഴിഞ്ഞാൽ കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല്. വിവാഹ രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിലും 20,000 രൂപ പിഴ ഈടാക്കാൻ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വിവാഹ മോചനം എന്നുള്ളത് ജുഡീഷ്യൽ വ്യവസ്ഥയിലൂടെ മാത്രമേ വിവാഹമോചനം അനുവദിക്കുകയുള്ളൂ എന്ന് ഈ ഏകീകൃത വ്യക്തി നിയമ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ വിവാഹമോചനത്തിനുള്ള കാരണങ്ങൾ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിലും മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുതിയ ബില്ല് സംബന്ധിച്ച് അതിൽ ഈ ഒരു സ്ത്രീ ബലാത്സംഗത്തിന് ഇരയാവുകയാണെങ്കിൽ അത് വിവാഹമോചനത്തിന് കാരണമായി അപേക്ഷ നൽകാവുന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കുകയാണെങ്കിലും അത് വിവാഹമോചനത്തിനുള്ള കാരണമായി ഉൾപ്പെടുത്തും. കൂടാതെ പങ്കാളികളിൽ ഒരാൾ മതം മാറിയാൽ അത് വിവാഹമോചനത്തിനുള്ള കാരണമായി ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സ്ത്രീക്കും പുരുഷനും സ്വത്തവകാശം തുല്യമാക്കുന്നതാണ്. അത് ഏത് ഘട്ടത്തിലായാൽ പോലും തുല്യ അവകാശമായിരിക്കും ഈ സ്വത്തിൽ ഉണ്ടാവുക എന്നും കരട് ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ശരി ബൽറാം, ഏതായാലും രാജ്യത്ത് തന്നെ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ഉത്തരാഖണ്ഡ്. അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ബില്ലിലെ നിർദ്ദേശങ്ങൾ അത് വ്യക്തി നിയമങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.